ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു റത്തർ റോക്ക്. അപ്പോൾ കളിയിലേക്ക് പോകാം. നിങ്ങൾക്ക് എന്നെ അറിയായിരിക്കും, ഞാൻ നേരത്തെ സച്ചു കുന്തി ആ അക്കൗണ്ടിൽ കളിച്ചിരുന്നവനാണ്. പക്ഷേ എൻ്റെ അക്കൗണ്ട് എന്തൊക്കെയോ കാരണത്താൽ ബാനായിപ്പോയി. അതെന്താണെന്നറിയില്ല. ഞാൻ പിന്നെ പുതിയൊരു അക്കൗണ്ട് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സച്ചു ആണെന്നാണ്. അപ്പോൾ ഇത് കളിക്കുന്ന മലയാളീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഞാൻ ഫ്രണ്ട് റിക്വസ്റ്റൊക്കെ അയക്കും. നിങ്ങൾ റിജക്റ്റ് ചെയ്ത് കളയരുത്. ഞാൻ അപ്സെറ്റ് ചെയ്യണം, ഇതിൻ്റെ അപേക്ഷയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതുകൊണ്ട് ആ നിൽക്കുന്ന കാരണോ എൻ്റെ ഒരു പ്രിയപ്പെട്ട ഫ്രണ്ടാണ്. അയ്യോ, അവൻ ആപത്തിലാണ്. എന്താ പറ്റിയ എന്തോ, അവനെ രക്ഷിക്കണം. പാവ അടികൊണ്ട് ചാവയാണ് ഗൈസ്. അയ്യോ, അവൻ എന്ത് ചെയ്യും? വെള്ളത്തിൽ ഇറങ്ങി അതിൻ്റെ ഇടയ്ക്ക്. അല്ലാതെ അവ അല്ല, അവ എന്നുകൊണ്ട് അവിടെയാണ്. जी है അവൻ ചത്ത്. ഹേ സ്വാഗി ചത്ത് ഗൈസ്, അവൻ ചത്തു. നമുക്ക് കൂട്ടില്ല, നമുക്ക് നൈസിൻ്റെ ഇവിടുന്ന് മുങ്ങാം. ഫസ്റ്റ് അടുത്തത്. ഈശ്വരാ, എഗ് ഉണ്ടല്ലോ. ഇൻവൈറ്റ് ബി എഗ്. നമുക്ക് അവരുടെ അടുത്ത് എഗ്ഗ് ചോദിച്ചു നോക്കാം. ഒരു കഷ്ടപ്പാട്. നേരത്തെ അക്കൗണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഞാൻ ഗിഗേനെ വാങ്ങണ്ടായിരുന്നു. പക്ഷേ എനിക്ക് വാങ്ങാൻ കഴിഞ്ഞില്ല, സോറി. അടുത്തേനെ പിടിക്കാം. അവൻ കൊന്ന് കടിക്കുന്നു. നമ്മളവൻ എന്ത് ചെയ്തൊരു എഗ്ഗ് വെച്ചാണ് എത്ര കടി. അപ്പം നമ്മൾ ചത്തേനെ, നമ്മൾ കഷ്ടിച്ചാണ്. ഗിഗ ബൈറ്റ് ചെയ്ത് കഴിഞ്ഞ്, ഗിഗ കടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രക്ഷയില്ല. നമ്മുടെ സ്റ്റാമിന അങ്ങനെ അങ്ങ് പോവും. അതാ അതിൻ്റെ ഒരു പ്രത്യേകത. ഗിഗ കടിച്ചു കഴിഞ്ഞാൽ സ്റ്റാമിന പെട്ടെന്ന് പോവും. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. പക്ഷെ നമുക്ക് എഴുതിയൊന്നും കാണിക്കില്ല. സ്റ്റാമിന കോസ്റ്റ് കുറയൊന്നും അങ്ങനെയൊന്നും കാണിക്കില്ല. ഗൈസ്, നമ്മൾ മിക്കവാറും ഇപ്പം ചാവും ഗൈസ്. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മളിപ്പം ചാവും. ആ കിളി എങ്ങനെയായാലും കൊല്ലും നമ്മളെ. അതിനിടയ്ക്ക് ബ്ലീഡിങ് വേറെ രീതിക്ക്.
ആ കിളി കടിക്കുന്ന കേട്ടാ. ശരിയല്ല, അവൻ ശരിയല്ല. അവൻ നൈസിന് എങ്ങനെയും മുങ്ങണം. അവൻ്റെ ഒടുക്കത്തെ വൈറ്റ് കാരണമാണ് ഞാൻ മുമ്പൊരു കളി ഇത് കണക്കൊരു പീക്കിരി കിളി കാരണം ഞാൻ ചത്തുപോയി. എൻ്റെ അവസ്ഥയെ അവനെ കാണുന്നില്ല. നൈസിനെ നമുക്ക് സ്ലീപ്പാക്കാം. കുറച്ച് നേരം കൊണ്ട് അവൻ കടിക്കുവാണെങ്കിൽ നമ്മൾ ചത്തുവും ഗൈസ്. പക്ഷെ കുഴപ്പമില്ല, കാണാതിരുന്നാൽ മതിയായിരുന്നു ഭ്രാന്തൻ. ആ ഗിഗനെ ഡൈബ്ലോ കൊന്നോ? നേരത്തെ എന്തോ എഴുതി കാണിച്ചില്ല, പക്ഷെ ശ്രദ്ധിച്ചില്ല. ഞാൻ വിചാരിച്ച ഗിഗ ഡൈബ്ലോനെ കൊന്നെന്നാ. കളി ശരിയല്ല. നമ്മളിപ്പോൾ ഈ 3 ലെവലൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഒരുത്തരുടെ അടുത്ത് ഫ്രണ്ട് റിക്വസ്റ്റ് ചോദിച്ചാൽ അമ്മമാർ ഫ്രണ്ട് റിക്വസ്റ്റ് ഇപ്പോൾ അപ്സെറ്റ് പോലും ചെയ്യുന്നില്ല. അത്രയ്ക്കും നമ്മൾ തഴന്താർന്നു പോയി. അത്രയ്ക്ക് തരം താഴ്ന്നു. ഇപ്പോൾ സൈഡിൽ കൂടെ എന്തിരാണ്ട് പോകുന്നുണ്ടായിരുന്നു, പിന്നെ കണ്ടില്ല. എല്ലാം കുറേ മിന്നായം പോലെയായിരുന്നു. എങ്ങും നിൽക്കാൻ പറ്റുന്നില്ലല്ലേ, ഓർക്കുമ്പോൾ എങ്ങനെ വിഷമമുണ്ട്. ഒന്ന് സ്ലീപ്പ് ഫുള്ളാക്കാൻ കൂടെ പറ്റുന്നില്ല. അതിനിടയ്ക്ക് അതിലെ കൂടെ ആൾക്കാർ കടിക്കുക ഓട്ടിക്കുക. ഈ അസ്ട്രോറ അതിനെ കൊന്ന്. ഇപ്പോഴാണ് ഞാൻ കൊന്നതായിട്ട് കണ്ടത്. ഈ അസ്ട്രോറാപ്റ്ററിൻ്റെ അടുത്ത് പൊതുവേ ബാക്കിയുള്ള ഡിനോസറസിന് കുറച്ച് ബഹുമാനക്കുറവുണ്ട്. ഇതൊക്കെ മാറ്റണം. എന്താണെന്ന് അറിയത്തില്ല. നമുക്ക് വെള്ളം വേണം. അയ്യോ, വെള്ളം വേണം, വല്ലതും തിന്നാൻ വേണം, ഇത്തിരി കാര്യങ്ങൾ വേണം. അയ്യോ, കൊല്ലി അവനെ കൊല്ലി. നമ്മൾ നൈസിന് അതുവഴി രക്ഷപ്പെടണം. അവൻ്റെ കാര്യമില്ല, അവൻ നോക്കിക്കോളൂ. നമുക്ക് ഇവിടെ ഗാലറി ഇരുന്ന് കളി കാണാം. ആ ഗ്യാപ്പിന് വെള്ളവും കുടിക്കാം. എങ്ങനെ കണ്ട, എനിക്ക് ഭയങ്കര ബുദ്ധിയാണ്. നിങ്ങൾ പറയാൻ നടക്കൊന്നുമല്ല. അത് മുങ്ങിയോ കിളി? നമ്മളെ കണ്ട ഓർഡർ നമ്മുടെ കൊത്താനായിട്ട് വരും പന്ന സാധനം. കുഴപ്പമില്ല, ഇങ്ങനെ എന്നെ ഫുള്ളാക്കണം. 97 കുഴപ്പമില്ല, വലിയ സീനില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. അത് നമ്മളെ കടിക്കില്ല. എന്നാൽ നമ്മളെ കിളിയെ കടിക്കോടിച്ച് രക്ഷിക്കാൻ വന്നതൊക്കെ ഉണ്ടായിരുന്നു. അവൻ മിക്കവാറും നമ്മളെ എയിം ചെയ്യുമെന്നാണ് എൻ്റെ സംശയം. ഇല്ല, അതുവഴി വിട്ട്. നല്ല മനസ്സ്. നമുക്ക് നൈസിന് ഇതൊന്ന് സെറ്റാക്കണം. പിന്നെ 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 നമ്മൾ ഫുള്ളായി. ഇപ്പോൾ മലയാളീസിന് അധികം കിട്ടാറില്ല. നേരത്തെ എൻ്റെ ഫ്രണ്ട്സ് TG മലയാളി, ഡൈക്കാരിയസ് വൈറ്റി, പിന്നെ മലയാളി 1 2 3, മുരുകൻ, മായാവി, ഒത്തിരി പേരുണ്ടായിരുന്നു. പക്ഷെ അക്കൗണ്ട് പോയതുകൊണ്ട് ഇപ്പോൾ അവരെയൊന്നും കാണാറുമില്ല, ഒട്ട് കിട്ടാറുമില്ല. ഒരു മുതലേനെ കണ്ട്, അവനായിട്ട് വലിയ ഉപയോഗം കാണുമെന്തോ. മുതലാ എന്തേ? അല്ല മുതലേൻ്റെ അടുത്തൂടെ പോകുന്നിട്ട് കാണിച്ചു, പക്ഷെ മുതലിനെ കാണുന്നില്ല. എന്തിയറവേ ചേടാ, അതാണ്ടേ. ഇംഗ്ലീഷ് എനിക്കിവൻ്റെ ഒടുക്കത്തെ. അയ്യോ,
അവൻ്റെ ഒടുക്കത്തെ ചൈനയെന്നും പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല. പക്ക ഇംഗ്ലീഷ് എന്ന് പറഞ്ഞപ്പോഴേ അവന് പേടിയായി. മുങ്ങിക്കാണിക്കുന്ന എന്നെ അയ്യേ, വല്ലാത്തൊരു ചാട്ടക്കമായിരുന്നു. നമുക്കിത് വരുന്നതിന് കുറച്ച് നേരം മുമ്പ് ചാടണം. ഒന്നുകൂടി പ്രാക്ടീസ് ചെയ്യാം. കുഴപ്പമില്ല. അതായത് ഇപ്പം ശരിയായി. ഇപ്പം നമ്മളൊരു കൂട്ടത്തിൻ്റെ അപ്പുറത്തെത്തി. ഇപ്പോഴാണ് ആശ്വാസമായത്. നീ ഒന്ന് മണപ്പിച്ച് നോക്കട്ടെ. ഇവിടെ അങ്ങ് ഒരു തേങ്ങയും കാണുന്നില്ല. സന്തോഷം. ഇവിടെ ഗിഗയുണ്ട്. ഗിഗേനെ അടുത്ത് ഫൈറ്റ് ഓടണോ? മരുതീനാണ്. നമുക്ക് ആ സൈഡിൽ കൂടെ പോകണ്ട. മേഘ റാപ്റ്ററിൻ്റെ ഇടക്ക് തിന്നാൻ കിട്ടിയതിൽ വളരെ സന്തോഷം. എന്തെങ്കിലും തിന്നാൻ വേണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരിക്കരുത്. കിട്ടി. നമുക്ക് വയറ് ഫുള്ളാക്കണം ഫസ്റ്റ്. ഭക്ഷണം ഇല്ലെങ്കിൽ തീർന്ന്. ഗാലറിയിൽ നിന്ന് കളിയാണെന്ന് നോക്കിയാണ്. നിങ്ങളവിടെ കണ്ടായിരുന്നോ? വേണമെങ്കിൽ കാണിച്ചു തരാം. അതുകൊണ്ടേ അവിടെയായിട്ട് ഒരു സംഭവം ഇരുന്ന് കാണുന്നുണ്ടോ? അവനാളത്ര ശരിയല്ല. നൈസിന് പിറകെ കൊടുത്തുനിന്ന് അവനെ കടിച്ചാലോ? നല്ല ഐഡിയ. എൻ്റെ ഒമ്മോ മുതല. ഈ മുതലത്തെണ്ടികൾ കുറേ കൊള്ളാൻ കേട്ടോ. എൻ്റെ എബിലിറ്റിയൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല. ലൈൻ എടുത്തിട്ട് പോകില്ല. പ്രത്യേകിച്ച് അത് കേട്ടത്തിലൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ അങ്ങനെ അതിനെ അറ്റാക്ക് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ അത് വാലിട്ടടിച്ച് നമ്മുടെ തറയിൽ ചെന്ന് വീഴും. ഇനി ചില ആൾക്കാർ നിങ്ങൾ കളിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ചില ആൾക്കാർ സെൻസിറ്റീവൊക്കെ കൂട്ടിയിട്ട് കളിക്കുന്ന ആൾക്കാരാണ്. നമ്മളത് കണ്ട് ക്യാമറ സെൻസിറ്റീവൊക്കെ കൂട്ടിയിട്ട് കളിക്കാൻ നോക്കരുത്. നമുക്ക് കളിക്കാൻ അനുയോജ്യമായ രീതിയിൽ മാത്രം കളിക്കുക. ഓക്കെ. ഞാനിപ്പോൾ എൻ്റെ ക്യാമറ സെൻസിറ്റീവ് എനിക്ക് എങ്ങനെ നന്നായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ടോ അങ്ങനെയാണ് ഞാൻ ഇട്ടേക്കുന്നത്. അങ്ങനെയാണ് സെറ്റും ചെയ്തേക്കുന്നത്. വേറെ ആൾക്കാരുടെ വീഡിയോ എന്ന് വെച്ചാൽ അവർ നന്നായിട്ട് കളിക്കാൻ പറ്റുന്ന വെച്ചാൽ അവർക്ക് എങ്ങനെ നന്നായിട്ട് കളിക്കാൻ പറ്റും അവരങ്ങനെ ഇടത്തുള്ളൂ. മനസ്സിലേ? നമുക്കെങ്ങനെ കളിക്കാൻ പറ്റും നമ്മൾ അങ്ങനെ ഇടണം. അത് ഫുള്ളാണോ? വെറുതെ എൻ്റെ അടുത്ത് പോയി അടി വാങ്ങണം? വേണ്ട. നമുക്ക് നൈസിന് കുറേ മലയാളീസിനെ കിട്ടുവാണെങ്കിൽ കൊള്ളായിരുന്നു. കാര്യമൊക്കെ പറഞ്ഞേ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കളിക്കായിരുന്നു. അപ്പോൾ അതും പറ്റില്ലെന്ന് വെച്ചാൽ ഞാൻ ഈ സർവൈവറിൽ നിന്ന് അങ്ങ് ഇറങ്ങിയാലോ എന്ന് വിചാരിക്കുക. വേണ്ട, ചെറുതായിട്ടെങ്കിലും എവിടെയെങ്കിലും പോയി കില്ലെടുത്തിട്ട് ഇറങ്ങാം. അല്ലെങ്കിൽ നാണക്കേടാണ്. അതുകൊണ്ട് അവിടെ തന്നെ ഒരു അടി കാണുന്നുണ്ട്. നൈസിന് അങ്ങോട്ടങ്ങ് ഇറങ്ങാം. അവിടെ ഇറങ്ങാന്ന് പറഞ്ഞാൽ അവിടെ കുറേ എണ്ണം. ഞാൻ ഒരു സംഭവം എന്നെ മേപ്പോട്ട് ചാടിപ്പോകുന്ന കണ്ടായിരുന്നു. കവൻ്റെ പിറകെ പോവാം. നൈസിന് അവനെടുക്കാൻ പറ്റുമോ നോക്കാം. അവയോടെ ആവി ഇപ്പോൾ താണ്ട് പോയി എല്ലാം പോയി.
നമ്മളിനി പിടിച്ചിരിക്കാൻ പറ്റില്ല. അവനെ സ്ലീപ്പാകും. അവൻ സ്ലീപ്പായി. അപ്പോൾ നൈസിലും സ്വാഭാവികമായിട്ടും നമുക്ക് സ്ലീപ്പാവാം. PVP എന്ന് പറയാം. PVP നോ കിൽ. അപ്പോൾ അവിടെ സ്ലീപ്പാക്കി കേട്ടോ. അവിടെ ലെഗ് ഫ്ലാറ്റ്. അവന് സർവൈവറിൽ നിന്നേ പോയി. അവൻ എടുക്കായിരുന്നു എൻ്റെ കാലൊടിഞ്ഞില്ലായിരുന്നെങ്കിൽ. താഴെ 2 ഉണ്ട്. അവൻ നൈസിനെടുക്കാം. അവിടെ ഞാനൊരു പീക്കിനെ ഓടിക്കളിക്കുന്ന കണ്ടായിരുന്നു. അവനെ എടുത്ത് ഓൾറെഡി. നമ്മോടാ കളി. അപ്പം ആരാന്നാ അവൻ്റെ വിചാരം? നമ്മളിപ്പോൾ ഇവിടെ ഒറ്റ ചാടത്തിന് അങ്ങ് പോവും. മറ്റേ ഇപ്പോൾ സ്ലീവ് എനിക്ക് തോന്നി അവൻ വേണ്ട. അപ്പം നമ്മുടെ പുറകെ വരും. പക്ഷെ നടക്കത്തില്ല, നമ്മൾ ചാടും. ഇതാണ് നമ്മുടെ എബിലിറ്റി. എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? നമ്മളുടെ കൂടെ നൈസിന് മുങ്ങിയിട്ട് പാറപ്പുറത്ത് മേളിൽ കയറി ഇരുന്ന് ഗാലറി ഇരുന്ന് കളി കാണും. നേരത്തില്ല കിളിയിരുന്ന് കളി കണ്ട കണക്ക്. ഓക്കെ, പീക്കിരിനൊക്കെ കിട്ടുമായിരുന്നേ കൊള്ളായിരുന്നു. അപ്പം ഞാൻ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാണ്. ഇന്നത്തെ കളി ഇത്ര ഉള്ളൂ. വലിയ ഹണ്ടിങ്ങും പണിയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ കണക്ക് കളിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ എന്നെ ഫ്രണ്ടാക്കാൻ നോക്കുക. വെറുതെ കാണുന്നെങ്കിൽ ഫ്രണ്ടാക്കണം. ഞാൻ ഫ്രണ്ടാക്കിയ അപ്സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ബൈ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.